തിരൂരിൽ BJP വിട്ട നേതാവ് നഗരസഭാ ഡിവിഷനിൽ സ്വതന്ത്രനായി മത്സരരംഗത്ത്. വാർഡ് 35 വാർഡായ തൃക്കണ്ടിയൂർ ഈസ്റ്റ് മണമ്മൽ ഉദയേഷ് ആണ് പത്രിക നൽകിയത്. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒപ്പമെത്തിയായിരുന്നു പത്രികാ സമർപ്പണം. BJP സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമായിരുന്നു ഗുരുതര ആരോപണങ്ങളുയർത്തി ഉദയേഷ് പാർട്ടി വിട്ടത്. നേതൃത്വം കടുത്ത ജാതീയതയെ വെച്ചുപുലർത്തുന്നതായും പുതിയ നേതൃത്വത്തെ വളർത്തുന്നില്ലെന്നും ഉദയേഷ് ആരോപിച്ചിരുന്നു. ഉദയേഷ് ഉയർത്തിയ ആരോപണങ്ങളിൽ പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഉദയേഷ് മത്സരിക്കുന്ന വാർഡിൽ പുതുതായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യ പട്ടികയിൽ ഈ വാർഡിലേക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. 2002 ബൂത്ത് ഏജന്റായി പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഉദയേഷ്. യുവമോർച്ചയിലും BJPയിലും വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. എടരിക്കോട് മേഖല പ്രഭാരിയായിരിക്കെയാണ് സീറ്റ് ലഭിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടത്. നേരത്തെ 3 വർഷം തിരുനാവായ മേഖല പ്രഭാരിയായും ഉദയേഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഉദയേഷിന്റെ രാജിക്ക് പിന്നാലെ വിവിധ വാർഡുകളിൽ പ്രവർത്തക രംഗത്തെത്തിയതായി പറയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ സംഭവിച്ചതായും സ്വന്തക്കാരെ തിരികെ കയറ്റിയതായും ഉദയേഷ് വിഭാഗം ആരോപിക്കുന്നുണ്ട്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഉദയേഷ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെ മൗനത്തിലാണ് പാർട്ടി നേതൃത്വം. 1000ഓളം വോട്ടർമാരാണ് ഉദയേഷ് മത്സരിക്കുന്ന വാർഡിലുള്ളത്. വ്യക്തിബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാനാകുമെന്നാണ് ഉദയേഷിന്റെ പ്രതീക്ഷ. ഇവിടെ UDFനായി DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോലയും LDFനായി CPMലെ അഷ്റഫുമാണ് മത്സരിക്കുന്നത്. മുന്നണി സ്ഥാനാർത്ഥികളുടെ നേരിട്ടുള്ള പോരാട്ടം പ്രതീക്ഷിച്ചിരുന്ന വാർഡിലാണ് ഉദയേഷിന്റെ രംഗപ്രവേശം. NDA സ്ഥാനാർത്ഥി കൂടിയുള്ളതിനാൽ മത്സരാർത്ഥികളുടെ എണ്ണം 4 ആയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയതു മുതൽ വാർഡിൽ മത്സരിക്കാൻ ഉദയേഷ് തയ്യാറെടുത്തിരുന്നു. പാർട്ടി വാർഡിൽ ടിക്കറ്റ് തരുമെന്നായിരുന്നു ഉദയേഷിന്റെ പ്രതീക്ഷ. ബന്ധുക്കളോടും അടുപ്പക്കാരോടും വോട്ട് തേടുകയും ചെയ്തിരുന്നു. എന്നാൽ അവസാനവട്ട ചർച്ചകളിൽ BJP ഉദയേഷിന്റെ പേര് വെട്ടി. അതോടെ ഉദയേഷ് പ്രാഥമികാംഗത്വം ഉൾപ്പെടെ രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു. എഡിറ്റർ ലൈവ്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.